രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വനിതാ വിഭാഗമായിട്ടുള്ള രാഷ്ട്ര സേവികാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഗർഭസംസ്കാർ എന്നുള്ളത്. ഗർഭസ്ഥ ശിശുക്കളിൽ തന്നെ ഈ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ആ പിഞ്ചു മനസ്സിലേക്ക് വളർന്നു വരുന്ന ആ മസ്തിഷ്കത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. രാമായണം, മഹാഭാരതം തുടങ്ങിയവ വായിക്കുക, സംസ്കൃതത്തിൽ ഉള്ള ദൈവികമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുക, ഇതിലൂടെയെല്ലാം ഈ ഗർഭസ്ഥ ശിശുവിനെ ഈ സംസ്കാരം ഉൾക്കൊള്ളാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ള ചേതോവികാരം. ഇത് സമർത്ഥിനി ന്യാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം പ്രായോഗികമാക്കുന്നത്. ഭാരതത്തെ ഏതാണ്ട് 5 സോണുകളായി തിരിച്ചിട്ട് വിപുലമായ തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വൈദ്യശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധന്മാരും ഒക്കെ ഇതിലെ അംഗങ്ങളാണ്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ വിജ്ഞാനം ഈ ഗർഭസ്ഥ ശിശുക്കളിലേക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്താണ് പ്രായോഗികത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണുകൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് കൊച്ചു കുട്ടികളാണ്. ഒരു 3 വയസ്സൊക്കെ ആവുമ്പം മുതൽക്ക് തന്നെ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാനുള്ള വൈദഗ്ധ്യം ഈ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? അവൻ്റെ അമ്മ 24 മണിക്കൂറും മൊബൈൽ കൈവശം വെച്ചേക്കല്ലേ, അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിലുള്ള സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അത്ര മാത്രം ഈ പ്രാവർത്തികമായിട്ടുള്ള ഒന്നാണ് ഈ ഗർഭസ്ഥ ശിശുക്കളിലേക്ക് വിജ്ഞാനം പകരുക എന്നുള്ളത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ പുരാണത്തിൽ ഇതിനെ സംബന്ധിക്കുന്ന ഒരു കഥയുണ്ട്. അതായത് കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനനാണ് വിവാഹം കഴിച്ചത്. സുഭദ്ര ഗർഭിണിയായിരിക്കുന്നു. അർജുനനും മറ്റുള്ളവരും വനവാസത്തിലേക്ക് പോകേണ്ട സ്ഥിതി വന്നു. സുഭദ്രയെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് ശ്രീകൃഷ്ണനോടൊപ്പം താമസിച്ച് അങ്ങനെ പരിചരിച്ച് വരികയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സുഭദ്ര കൃഷ്ണനോട് ഈ ചക്രവ്യൂഹത്തെക്കുറിച്ച് ചോദിച്ചു. കൃഷ്ണൻ ചക്രവ്യൂഹം എന്തെന്നും അതിലെങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ സമഗ്രമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇതൊക്കെ വിശദീകരിക്കാനുള്ള പ്രചോദനം സുഭദ്രയുടെ എന്നുള്ള മൂളലാണ്. നമുക്കറിയാമല്ലോ, ഒരാൾ കഥ പറയുമ്പോൾ കേൾക്കുന്ന ആൾ മൂളുന്നെങ്കിലേ പറയുന്ന ആളിനൊരു പ്രചോദനമുള്ളൂ. അങ്ങനെ ഈ മൂളൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കേണ്ട കാര്യവും പറഞ്ഞു തീർന്നിട്ട് ശ്രീകൃഷ്ണൻ സുഭദ്രയെ നോക്കിയപ്പോൾ സുഭദ്ര ഗംഭീരമായി ഉറങ്ങുന്നു. പക്ഷേ എന്ന മൂളൽ കേൾക്കുന്നു. ശ്രീകൃഷ്ണൻ ശ്രദ്ധിച്ചു. സുഭദ്രയുടെ ഗർഭസ്ഥ ശിശുവായിരുന്ന അഭിമന്യുവാണ് ഈ മൂളിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഏതായാലും അവിടെ വെച്ച് ഈ സംഭവം അവസാനിപ്പിക്കുന്നു. പിന്നീട് നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആ പദ്ധതി അറിയാവുന്നിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനുള്ളിൽ പ്രവേശിക്കുന്നു. പക്ഷേ അത് പുറത്തു വരുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കാനുള്ള അവസരം കിട്ടിയില്ല. ഈ സുഭദ്ര ഉറങ്ങിപ്പോയത് കൊണ്ട് ശ്രീകൃഷ്ണൻ തുടർന്ന് പറഞ്ഞതുമില്ല. അതിൻ്റെ ഫലമായിട്ട് ഇറങ്ങേണ്ട വിദ്യ അഭിമന്യുവിന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുമൂലം അഭിമന്യു മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതിൽ നിന്നും നമ്മളുടെ പൂർവികന്മാർ 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗർഭസ്ഥ ശിശുക്കളിലൂടെ ഈ സന്ദേശങ്ങൾ, സംസ്കാരം, അതേപോലെ വിജ്ഞാനം ആ ഗർഭസ്ഥ ശിശു അവസ്ഥയിൽ തന്നെ അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിരുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ വിദ്യ ഇപ്പോൾ പുനരാവിഷ്കരിക്കുകയാണ്
ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ ദേശത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി, ഈ ദേശത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിൻ്റെ മറ്റ് സഹസംഘടനകളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.